ഹലോ ഡിയേഴ്സ്, നമ്മളിവിടെ ഒരു ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ്ങാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ തുണി നമുക്ക് എങ്ങനെയാണ് മടക്കി ഇടേണ്ടത്, പിന്നെ എത്രത്തോളം ലെങ്ത്ത് ഇറക്കി വെച്ച് കട്ട് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, കഴുത്തിൻ്റെ ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു അളവ് നൈറ്റി എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് തയ്ക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കഴുത്തിന് എത്ര ലെങ്ത്ത് കൊടുക്കണം, എത്ര വിഡ്ത്ത് കൊടുക്കണം, ഷോൾഡറിന് എത്ര സീം അലവൻസ് കൊടുക്കണം, എങ്ങനെയാണ് ഇതൊക്കെ ഷേപ്പ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ലോങ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കിയേക്കണേ. അപ്പോൾ ഷോൾഡറിൻ്റെ സീം അലവൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എത്ര മെഷർമെൻറ്റ് എടുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയണമല്ലോ, അതെങ്ങനെയാണ് വരച്ചു കൊടുക്കേണ്ടതെന്നും. അപ്പോൾ ഇത് തീരെ അറിയാൻ പാടില്ലാത്തവർക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് ഓരോന്നും എടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈക്കുഴി മെയിനായിട്ട് പറഞ്ഞേക്കുന്നൊരു കാര്യം, എങ്ങനെയാണ് നമ്മൾ കൈക്കുള്ള ആ ഒരു പോർഷൻ മാറ്റി വയ്ക്കുന്നത്, അതെങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അറിയാത്തവരാണെങ്കിൽ പോലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചുരിദാർ കട്ട് നൈറ്റി കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഷോർട്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് വരാമെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ലോങ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ പലർക്കും ഇതിൻ്റെ കഴുത്തിൻ്റെ പോർഷനും കൈക്കുഴിയൊക്കെയാണ് ഡൗട്ട് വരാറുള്ളത്. അയ്യോ, നൈറ്റിക്ക് കഴുത്ത് തയ്ക്കുമ്പോൾ നമ്മൾ വേറെ ക്യാൻവാസൊന്നും വെക്കാതെ എങ്ങനെയാണ് ക്ലിയറായിട്ട് നമുക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്, അപ്പോൾ നമുക്ക് വൃത്തിക്ക് കിട്ടുമോ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ക്ലീനായിട്ട് ഇരിക്കുമോ, കാണാൻ ഭംഗിയുണ്ടാവോ, ഇതൊക്കെ പലരുടെയും ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഒരു ആൻസർ വേണ്ടേ നമുക്ക്. അപ്പോൾ ആ ഒരു ആൻസറിനുള്ള മാർഗ്ഗമാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ സ്ലീവിൻ്റെ പോർഷനാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അതെങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കുന്നതെന്നും കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലോങ് വീഡിയോയിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലോങ് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ശരി, ഓക്കെ, ബൈ. ഇതിൻ്റെ താഴെയുള്ള ഏരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലോങ് വീഡിയോ കാണാം കേട്ടോ.